പിന്നെ എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വെച്ചാൽ 18-ാം വയസ്സിൽ ഞാൻ രാഹുൽ ദ്രാവിഡ് എന്ന് പറഞ്ഞ ഒരാളെ പരിചയപ്പെട്ടു. അപ്പോൾ നമുക്ക് വേറെ ഒന്നും വേണ്ടല്ലോ. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്, ആരെ കണ്ട് പഠിക്കണം എന്ന് നോക്കിയപ്പോൾ രാഹുൽ ദ്രാവിഡിനെ കിട്ടി. പുള്ളിയുടെ കുറേ ക്യാരക്ടർ ഞാൻ കണ്ട് പഠിച്ചിട്ടുണ്ട്. പിന്നെ അതല്ലാതെ വേറെ കുറേ ഫോറിൻ പ്ലേയേഴ്സ് ആയാലും അങ്ങനെ ഷെയ്ൻ വാട്സൺ എന്ന് പറയുന്ന ഒരാളുണ്ട്. അപ്പോൾ പുള്ളിയുടെ ഒരു ക്യാരക്ടർ, അപ്പോൾ അജിങ്ക്യ രഹാനെ, അങ്ങനെ കുറേ ആൾക്കാരുടെ ക്യാരക്ടേഴ്സ് കണ്ട് എനിക്ക് ഇൻഫ്ലുവൻസ് ആയതാണ്. വരട്ടെ. സഞ്ജുവിൻ്റെയും ചാരുവിൻ്റെയും നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ്. ആ ഫ്രണ്ട്ഷിപ്പ് പല ഫ്രണ്ട്ഷിപ്പുകളും സാധാരണ പലപ്പോഴും ഒരു വിവാഹത്തിൽ എത്തിച്ചേരുന്ന പോലെ ഇതും ഒരു വിവാഹത്തിൽ എത്തി വന്ന് നിൽക്കുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സഞ്ജു ഞാനും തമ്മിൽ സംസാരിച്ചിരുന്നു. ആദ്യമായിട്ട് ഇതൊരു വിവാഹത്തിലേക്ക് തന്നെ എത്തണം എന്നുള്ള ആഗ്രഹം വന്നപ്പോൾ. അപ്പോൾ അങ്ങനെ സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നിയത് വളരെ കോൺഫിഡൻ്റായിട്ട് ഉള്ളൊരാൾ, അതേസമയം വളരെ പൊളൈറ്റ്, വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ്. അത് പ്രായത്തെക്കാളും കൂടുതൽ മെച്യൂരിറ്റിയോട് കൂടിയാണ് എന്നോട് സംസാരിച്ചത്. അപ്പോൾ എനിക്ക് വലിയ സന്തോഷം എന്ന് തോന്നി. അപ്പോൾ എനിക്ക് സഞ്ജുവിനോട് ചോദിക്കാനുള്ളത്, ഈ ചെറു പ്രായത്തിൽ തന്നെ ഇത്തരം ക്വാളിറ്റീസ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതിൽ നമ്മുടെ ഒരു ക്രിക്കറ്റ് കരിയറോ അല്ലെങ്കിൽ ഒരു സ്പോർട്സ്മാൻ ആയി മാറുന്നതോ, ഒരു സ്പോർട്സ്മാൻ്റെ കരിയറും ഒക്കെ ഇത്തരം കാര്യങ്ങൾ, ഇത്തരം ഈ രീതിയിലുള്ളൊരു പേഴ്സണാലിറ്റി ഇവോൾവ് ചെയ്യുന്നതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. അത് സഞ്ജുവിൻ്റെ തന്നെ വാക്കുകൾ കേൾക്കാനായിട്ട് വളരെ സന്തോഷം. സഞ്ജു, എങ്ങനെയാണ് ഈ അമ്മായിയച്ഛനെ വീഴ്ചത്? ഏത് പിച്ചിലാണ് വീഴ്ചത്? അല്ല, നമ്മൾ വീട്ടിൽ പ്രസൻറ്റ് ചെയ്യാൻ കല്യാണം സ്റ്റേജ് എത്തിയപ്പോൾ ഞാൻ അങ്കിളിനെ വിളിച്ച് സംസാരിച്ചിരുന്നു. വീട്ടിലൊക്കെ പോയി അങ്ങനെ പരിചയമൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്, ഫ്രീ ആകുമ്പോൾ അങ്കിൾ പറയണം, ഞാൻ വിളിക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വിളിച്ച് കാര്യമൊക്കെ പ്രസൻറ്റ് ചെയ്ത് അപ്പോൾ അങ്കിൾ പറഞ്ഞു, ആണോ, അല്ല അതിന് സഞ്ജു ഭയങ്കര ചെറുപ്പമല്ലേ, 22 വയസ്സെന്തോ അല്ലേ ആയുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്കിൾ ചെറുപ്പമാണ്, പക്ഷേ എനിക്ക് ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ടുള്ള ഇതാണ്. അപ്പോൾ അങ്കിൾ വേറെ പുറത്തുനിന്ന് അറിയണേം കാട്ടി ഞാൻ വഴി അറിയണമെന്ന് എനിക്ക് തോന്നി, അതാണ് ഞാൻ വിളിച്ച് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്കിളുടെ 2 സൈഡിൽ നിന്നും ഭയങ്കര നല്ല റെസ്പോൺസ് ആയിരുന്നു. ഞാൻ ചിലപ്പോൾ വിചാരിച്ചു ഇനി വച്ചിട്ട് പോടാന്നെല്ലാം പറയുമോ എന്നൊക്കെ ചിലപ്പോൾ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. അങ്കിളും ഭയങ്കര നന്നായിട്ട് ഹമ്പിളായിട്ട് നല്ല എൻ്റെ ആ ഒരു ഫീലിങ്സ് മനസ്സിലാക്കി എൻ്റെ കാര്യമൊക്കെ ഭയങ്കരമായിട്ട് ഞാൻ കുറേ നേരം സംസാരിച്ചു, ഒരു അരമണിക്കൂർ സംസാരിച്ചു. അപ്പോൾ എൻ്റെ കാര്യങ്ങളെല്ലാം എന്തൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അതെല്ലാം ഞാൻ ക്ലിയർ ആയിട്ട് കേട്ടിട്ട് എൻ്റെ റെസ്പോൺസ് തരാമെന്ന് പറഞ്ഞ് വൈകിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. വൈകിട്ട് അച്ഛൻ വിളിച്ചു? അതെ, ഞങ്ങൾ വിളിച്ചു. അതെ, എന്നിട്ട് ഞങ്ങളത് പറഞ്ഞു, വീട്ടുകാർ അച്ഛൻ എൻ്റെ ഫാമിലിയായിട്ട് സംസാരിക്കണം, അങ്ങനെ നമുക്ക് അങ്ങനെ ആ രീതിയിലായിരുന്നു. അതായിരുന്നു. അതിനിടയ്ക്ക് ചാരു അവിടെ ഓപ്പറേഷൻ നടത്തിയിരുന്നോ? ഇല്ല, എൻ്റെ വീട്ടിൽ ഇത് അറിഞ്ഞുകൂടാ. ഈ വിളിക്കുമ്പോഴാണ് എൻ്റെ വീട്ടിൽ അറിയുന്നത്. ഓ ശരി. ആ, ഞാനിപ്പോ കോളേജിലിരിക്കുക, ഇതും തീരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത്. സഞ്ജു വിളിക്കുന്നുള്ള കാര്യം അതെനിക്കറിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് വിളിച്ചു കഴിഞ്ഞിട്ട് എന്നെ വിളിച്ച്, അപ്പൊ ഞാൻ കോളേജിൽ ഇരിക്കുക, എനിക്ക് വീട്ടിൽ പോകാനൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് വീട്ടിൽ പോയപ്പം ആരും അതിനെപ്പറ്റി ഒന്നും സംസാരിച്ചില്ല. വൈകിട്ട് അച്ഛൻ വിളിച്ച് ഇരുത്തി ഒരു 1 മണിക്കൂർ സംസാരിച്ചു. രമേശ് ചോദിച്ചൊരു കാര്യമുണ്ട്, അതായത് സഞ്ജുവിനോട് സഞ്ജു വളരെ പൊളൈറ്റായിട്ടാണ്, വളരെ വളരെ വ്യക്തമായിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത്. ഒരുപക്ഷെ ആ മെച്യൂരിറ്റി എങ്ങനെ ഗാർണർ ചെയ്യാൻ പറ്റി? എനിക്കൊന്ന് കളിക്കളത്തിലെ ഒരു പ്രാക്ടീസും അതിൻ്റെ ഒരു റെസിലിയൻസ് ഒക്കെ ആയിരിക്കാം അല്ലേ? അല്ലേ, അത് മെയിനായിട്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ചേട്ടനാണ് ക്രെഡിറ്റ് കൊടുക്കുന്നത്. ഞാൻ അവിടെ നിന്നാണല്ലോ, വീട്ടിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ നിന്നാണല്ലോ ഒരാൾ ഇങ്ങനെ ക്യാരക്ടർ ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് അവിടെ നിന്നാണ് അച്ഛനും അമ്മയുടെയും ക്വാളിറ്റിയാണ് എനിക്ക് കുറച്ച് കിട്ടിയിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കളിക്കാൻ പോകുന്ന സ്ഥലത്ത് കുറേ നല്ല ക്യാരക്ടേഴ്സ് ഉണ്ട്. ടീമിൽ 10-20 പേരുള്ളപ്പോൾ ഞാൻ കുറച്ച് നല്ല ക്വാളിറ്റീസ് ഉള്ള ആൾക്കാരുടെ കൂടെ കുറേ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യും, അവരെന്തൊക്കെയാണ് ചെയ്യണമെന്ന് നോക്കും. പിന്നെ എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വെച്ചാൽ 18-ാം വയസ്സിൽ ഞാൻ രാഹുൽ ദ്രാവിഡ് എന്ന് പറഞ്ഞ ഒരാളെ പരിചയപ്പെട്ടു. അപ്പോൾ നമുക്ക് വേറെ ഒന്നും വേണ്ടല്ലോ. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്, ആരെ കണ്ട് പഠിക്കണം എന്ന് നോക്കിയപ്പോൾ രാഹുൽ ദ്രാവിഡിനെ കിട്ടി. അപ്പോൾ ഞാൻ ഒരു 5 വർഷമായി, ഇപ്പോൾ 5 വർഷമായിട്ട് പുള്ളി ടച്ചിലുണ്ട്. അപ്പോൾ പുള്ളിയുടെ ഓരോ ക്വാളിറ്റീസും എല്ലാ വർഷവും പുള്ളിയുടെ കൂടെ ഒരു മാസം സ്പെൻഡ് ചെയ്യും. ഇന്ത്യ ടീമിൽ പോയാലും അവിടെ പോയാലും. അപ്പോൾ കുറേ കാര്യങ്ങൾ പുള്ളി സംസാരിക്കുന്ന, പെരുമാറുന്നത് കണ്ട് പഠിച്ചു. അങ്ങനെ പുള്ളിയുടെ കുറേ ക്യാരക്ടർ ഞാൻ കണ്ട് പഠിച്ചിട്ടുണ്ട്. പിന്നെ അതല്ലാതെ വേറെ കുറേ ഫോറിൻ പ്ലേയേഴ്സ് ആയാലും അങ്ങനെ ഷെയ്ൻ വാട്സൺ എന്ന് പറയുന്ന ഒരാളുണ്ട്. അപ്പോൾ പുള്ളിയുടെ ഒരു ക്യാരക്ടർ, അപ്പോൾ അജിങ്ക്യ രഹാനെ, അങ്ങനെ കുറേ ആൾക്കാരുടെ ക്യാരക്ടേഴ്സ് കണ്ട് എനിക്ക് ഇൻഫ്ലുവൻസ് ആയതാണ്. ക്രിക്കറ്റ് പ്രദാനം ചെയ്തിട്ടുള്ള ഒരുപാട് സൗഹൃദങ്ങൾ, പരിചയങ്ങൾ, ഗുരുക്കന്മാർ അല്ലേ, അതൊക്കെയാണ് അത് പ്രണയത്തിൻ്റെ കോർട്ടിലും സഞ്ജുവിന് സഹായകരമായി.
തീർച്ചയായിട്ടും അത് ആ ഒരു കോൺഫിഡൻസ് വേണമല്ലോ, നമ്മൾ എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നാണല്ലോ ബാക്കി റിസൾട്ട് ഒക്കെ വരും. കുറച്ച് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് നോക്കിയോ? പ്രാക്ടീസ് ഒന്നും ഇല്ലായിരുന്നു, അങ്ങ് ബോൾഡായിട്ട് അങ്ങ് പറഞ്ഞു. ഇങ്ങനെ അങ്ങ് പോയി പറയണമല്ലോ നമ്മൾ. ഇനി അതിൽ ഇനി മെസ്സേജിൽ കൂടെയാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ കിട്ടിയ റിപ്ലൈ എന്ന് വെച്ചാൽ തമാശ പറയണ്ട, വേറെ കാര്യം എന്താണ്, അതൊക്കെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ആദ്യം അദ്ദേഹം അങ്ങനെ പറഞ്ഞു. അത് അങ്ങനെ പറഞ്ഞു. പിന്നെ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ കുറേ സമയം, ഒരു വർഷം പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഫ്രണ്ടായിരുന്നു. അത് കുറഞ്ഞപ്പോൾ എൻ്റെ ക്വാളിറ്റീസ് ഒക്കെ മനസ്സിലാക്കിയപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഒരു വർഷം പിന്നെ ചാരു സഞ്ജുവിനിട്ട് കളിപ്പിച്ചു. കളിപ്പിച്ചല്ലേ? അതെ, കളിപ്പിച്ചല്ലേ. അല്ല, ഈ സഞ്ജുവിന്റെ ഈ പ്രണയം ഒരു വ്യാജ പ്രണയമാണോ എന്ന് പിന്നെ എന്താണ് ചാരുവിന് തോന്നിയത്? ചെക്ക് ചെയ്ത് കാണൂലേ? ഇല്ല, കുറച്ച് ആലോചിച്ചില്ലേ? അല്ല, നമ്മള് കൂട്ടുകാരികളെയൊക്കെ ഇതിനകത്തേക്ക് നീ അയച്ചില്ലേ ഇവനെ ഒന്ന് നോക്കണം? ഇല്ല, ആരോടും പറഞ്ഞിട്ടില്ല. ആരോടും പറഞ്ഞില്ല. ഇത് പറഞ്ഞിട്ടാണ് എല്ലാവരോടും പറഞ്ഞത്. അപ്പോൾ ഒന്ന് നമ്മൾ അറിഞ്ഞൂടല്ലോ, നമ്മൾ ചാടിക്കേറിയസ് എന്ന് പറയുന്നത് ഒന്നും നേരിട്ട് കാണുന്നില്ലല്ലോ, നമ്മൾ മെസ്സേജ് മാത്രം. സഞ്ജു സാംസൺ ഒരു കഥാപാത്രം ഉണ്ടെന്നുള്ള കാര്യം പത്രങ്ങളിൽ നിന്നൊക്കെ അറിയുന്നില്ലേ? അറിയായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ നമുക്ക് ക്രിക്കറ്റോട് വലിയ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ഞാൻ കോളേജിൽ കയറിയപ്പോൾ ഇങ്ങനെ സഞ്ജു വന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ബഹളം. സഞ്ജു വന്നിട്ടുണ്ട്, സഞ്ജു ഹായ് കാണിച്ചു, അങ്ങനെയൊക്കെ. അങ്ങനെ ഞാൻ ഗൂഗിളിലൊക്കെ കയറി നോക്കി, നമ്മുടെ കോളേജിൽ പഠിക്കുകയല്ലേ, അറിയണമല്ലോ. അങ്ങനെ ഒരു ഇന്റർവ്യൂ ഒക്കെ കണ്ട് എങ്ങനെയാണ് ആളെന്നൊക്കെ നോക്കിയിട്ട് ഞാൻ ചോദിക്കാൻ വേണ്ടി ചാരു സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ എക്സ്റ്റംബർ, ഡിബേറ്റ്, അതുപോലെ കോളേജിൽ ഇവാനിസിലാണെങ്കിൽ പേഴ്സണാലിറ്റി കണ്ടസ്റ്റ്, അതിലൊക്കെ വന്നിട്ടുണ്ടപ്പോഴും സ്പോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ആ വശം അങ്ങോട്ട് നോക്കാറില്ലായിരുന്നു. അപ്പോൾ അതേസമയം ലൈഫിൻ്റെ ഒരു കാര്യത്തിലേക്ക് കടക്കുമ്പോൾ, ഒരു ലൈഫ് പാർട്ട്ണറുടെ കാര്യത്തിലേക്ക് കടക്കുമ്പോൾ വളരെ കോൺഫിഡൻ്റായിട്ട് എനിക്ക് ഇന്ന ആൾ ഒരു സ്പോർട്സ്മാൻ, ഒരു ക്രിക്കറ്റർ, ഇന്ന ആൾ സഞ്ജു തന്നെ മതി എന്ന് തീരുമാനിക്കാനുണ്ടായത്. അപ്പോൾ അത് മോള് ചാരുവിൽ നിന്ന് തന്നെ എനിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ, അവളുമായിട്ട് യാതൊരു ബന്ധവുമില്ലായിരുന്ന ഒരു ഫീൽഡിലുള്ള ഒരാളിനെ തന്നെ സ്വീകരിക്കാൻ, ലൈഫ് പാർട്ട്ണറായി സ്വീകരിക്കാനായിട്ട് എടുത്തിട്ടുള്ള ആ തീരുമാനം, അത് എങ്ങനെ കഴിഞ്ഞു, അതിനെ എങ്ങനെ കാണുന്നു എന്ന് മോള് തന്നെ പറഞ്ഞാൽ, ചാരു തന്നെ പറഞ്ഞാൽ പറഞ്ഞു കേൾക്കാനായിട്ട് വളരെ സന്തോഷമുണ്ട്. പറഞ്ഞാൽ നന്നായിരിക്കും. ചാരു, എങ്ങനെ പറ്റിയതൊരു നിമിത്തമാണോ, ആകസ്മികമായി സംഭവിച്ചതാണോ, അനിവാര്യതയാണോ? അല്ല, ഞാൻ പറഞ്ഞില്ലേ, അതെയോ സഞ്ജുവിന് നിരന്തരമായ പീഡനം സഹിക്കുക വയ്യാതെ സംബന്ധിച്ചു? അല്ല, ഞാൻ ഇതേപോലെ ക്രിക്കറ്റൊന്നും അങ്ങനെ അധികം സ്പോർട്സ് ഞാൻ നോക്കാത്ത ഒരാളാണ്. എനിക്ക് സഞ്ജുവിനെ അങ്ങനെ അത്ര അറിയത്തില്ലായിരുന്നു. ഇപ്പോൾ കോളേജ് വന്നിട്ടാണ് ഞാൻ അറിയുന്നത്. അപ്പം എൻ്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ IPL കളിക്കുന്ന ഒരു പ്ലെയർ ആണെന്നോ അങ്ങനെയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ സഞ്ജുവിനോട് സംസാരിച്ച് എനിക്ക് സഞ്ജുവിൻ്റെ ഒരു രീതികളൊക്കെ ഇഷ്ടപ്പെട്ടാണ്. അല്ലാതെ ഒരു ക്രിക്കറ്റ് പ്ലെയർ എന്നുള്ള രീതിയിൽ ഞാൻ സഞ്ജുവിനെ കണ്ടിട്ടില്ലായിരുന്നു. ഇനിയിപ്പോൾ അതുമുണ്ട് ഇപ്പോൾ, പക്ഷെ ആദ്യം അങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ ഇതേപോലെ സംസാരിച്ചു, അപ്പം നല്ലൊരാളായിട്ട് തോന്നിയോണ്ടാണ്, അല്ലാതെ കളിക്കാരനാണ് എന്നുള്ള രീതിയിൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല അങ്ങനെ. സഞ്ജു, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. എന്താ കാരണം വെച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ വളരെ പരിഷ്കൃതമായ കാലഘട്ടമാണെങ്കിൽ പോലും ജാതി, മതം, സമുദായം, സാമൂഹ്യ സൂചകങ്ങൾ ഇതൊക്കെ വലിയ ഒരു അളവിൽ നമ്മുടെ സമൂഹത്തിലേക്ക് തിരിച്ചെത്തുന്നുണ്ട്. കുറേയും കൂടി ഒരുപക്ഷെ ഒരു 10, 15, 20 വർഷം മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഭീകരമായിട്ടോ രൗദ്രമായിട്ടോ ഇങ്ങനെയുള്ള ചിഹ്നങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ വ്യാപരണമാകുന്നുണ്ട്. ഈ സമയത്ത് സഞ്ജു, ഒരുപക്ഷെ ചാരുവും സഞ്ജുവും രണ്ട് വ്യത്യസ്ത സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ്, രണ്ട് വ്യത്യസ്ത എന്താ പറയുക വിശ്വാസധാരയിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ രണ്ടുപേരെയും ഒരുപക്ഷെ അലോസരപ്പെടുത്തിയിട്ടുണ്ടോ, അതെയോ നിങ്ങൾക്കുള്ളിൽ ഒരു സംശയം അത് സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു? സംശയം, നമ്മൾ ആദ്യം തന്നെ പേര് നമ്മൾ ഫേസ്ബുക്കിലൂടെയാണല്ലോ പരിചയപ്പെട്ടത്. അപ്പോൾ ചാരുലത രമേശ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹിന്ദുവാണ്, ഓക്കെ, കുഴപ്പമില്ല എന്ന് വരേണ്ട ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ അച്ഛൻ ചെറുപ്പത്തിലേ പഠിച്ചിട്ടുണ്ട്, നമുക്കൊരു ജാതി മതം അങ്ങനെ ഒന്നും ഇല്ല, എല്ലാം ഒന്നാണ്, എല്ലാം നമ്മുടെ കൂട്ടുകാരാണ്. അങ്ങനെയാണ് എന്നെ എൻ്റെ ചേട്ടനെ പഠിപ്പിച്ചിട്ടുള്ളത് ചെറുപ്പത്തിൽ. അപ്പോൾ എനിക്ക് ശരി, അപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ ഇതാണ് പഠിപ്പിച്ചിട്ടുള്ളത്, അപ്പോൾ കുഴപ്പമില്ലായിരിക്കും, ഓക്കെ, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു, അങ്ങനത്തെ ഒരു ചിന്തയായിരുന്നു. അപ്പോൾ ആ ഒരു ചിന്ത വന്നിട്ടില്ല. പക്ഷേ തീർച്ചയായിട്ടും ഒരു കല്യാണത്തിലേക്ക് കടക്കുമ്പോൾ ഉറപ്പായിട്ടും ഫാമിലീസ് എങ്ങനെയാണ് അത് അക്സെപ്റ്റ് ചെയ്യണത്, അങ്ങനത്തെ ചെറിയൊരു ചിന്ത ഉണ്ടായിരുന്നു.
അപ്പോൾ അത് വളരെ മനോഹരമായിട്ടാണ് രണ്ടുപേരുടെയും പേരൻസ് നന്നായിട്ട് അക്സെപ്റ്റ് ചെയ്ത് നന്നായിട്ട് മുന്നോട്ട് പോകും. എങ്ങനെയാണ് ചാരു അതിനെ ആ വിഷയത്തെ കണ്ടത്? ഞാൻ പറഞ്ഞില്ലേ ഈ 1 വർഷം സമയം എടുത്തു എന്ന് പറഞ്ഞത് പ്രധാനമായിട്ട് ആ ഒരു കാര്യം കൊണ്ട്. ആ ഒരു ഘടകമായിരുന്നു. അതുകൊണ്ട് അതുകൊണ്ട് അല്ല എന്താ ഇതുവരെ പുറത്തു വരാത്ത ഞാനിപ്പോഴാണ് അറിയണത്. എന്താ അല്ല അതൊരു ഉത്കണ്ഠയാണ്, ഒരു കൺസേൺ ആണ്. അത് എനിക്ക് എന്താന്ന് വെച്ചാൽ ഇങ്ങനെ അച്ഛനും അമ്മയ്ക്കും ഒരു വിഷമം ഉണ്ടാവും എന്ന് വിചാരിച്ചാണ് ഞാൻ അങ്ങനെ വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെ ഒരു സ്റ്റേജ് എത്തിയപ്പോൾ എനിക്ക് ഒരു ഭയങ്കര സംതൃപ്തിയായി. പിന്നെ ഞാൻ വിചാരിച്ച അവരെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ ഞാനിങ്ങ് വിട്ടത്. പക്ഷെ ആദ്യം ഞാൻ വേണ്ടാന്ന് പറഞ്ഞതിന്റെ ഒരു ഫാക്ടർ മേജർ ഫാക്ടർ ചാരു വളരെ സത്യസന്ധമായിട്ടാണ് പറഞ്ഞത്. എന്താ കാരണം ചാരു ചിന്തിക്കുന്നത് അച്ഛൻ്റെ അമ്മയുടെ അവരുടെ വീട്ടുകാരുടെ അങ്ങനെ ഒരുപാട് ആൾക്കാർ പിന്നെ ചാരുവിന്റെ മനസ്സിൽ വരുന്നുണ്ടാവും അല്ലേ? സഞ്ജുവിന്റെ വീട്ടിൽ അവരെങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ, അവരിതൊക്കെ അക്സെപ്റ്റ് ചെയ്യുമോ അന്നറിയില്ലല്ലോ. അപ്പൊ ആ ഒരു ഇതുള്ളതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും 2 വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്, അത് യാഥാർത്ഥ്യമാണ്. വളരെ എന്താ പറയുക, അതിനെയൊക്കെ മുറിച്ച് കടന്ന് നിങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ നമുക്കെല്ലാം വലിയ സന്തോഷമാണ്. പക്ഷെ നിങ്ങൾക്കിടയിൽ നല്ല ധാരണയുണ്ടോ അത് സംബന്ധിച്ച്? ഒരുപാട് ആൾക്കാർ ഭാവിയിൽ പിന്നീട് ചില സിനിമകളിൽ കാണത്തില്ലേ, ചില വിഷയങ്ങൾ നമ്മുടെ മനസ്സിൽ കൊണ്ട് നിറയ്ക്കാൻ ശ്രമിക്കും. അതിന് നല്ല ജാഗ്രതയും നല്ല കരളുറപ്പും വേണം. അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്താന്ന് വെച്ചാൽ ആൾക്കാർ പലവരും പല അവരുടെ വ്യൂ ഓഫ് പോയിന്റ് നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇട്ട് തരും. അഞ്ചു അതാ ചേട്ടൻ പറഞ്ഞ പോലെ ഇങ്ങനെ പലതും വരും. പക്ഷെ അതിലേറ്റവും ഇമ്പോർട്ടൻറ്റ് ചേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ രണ്ടുപേരുടെയും ആ ഒരു ട്രസ്റ്റും ആ കമ്മ്യൂണിക്കേഷനും ആ ഒരു ഒന്നിച്ചുള്ള ഒരു ഇതാണ്. നമ്മുടെ സൗഹൃദവും സ്നേഹവുമാണ് ഏറ്റവും പ്രധാനം. ബാക്കിയൊക്കെ ബാഹ്യമായ ഘടകങ്ങളാണ്. അങ്ങനെ ആയിരിക്കണം. മാത്രമല്ല ചാരുവിൻ്റെതായ സ്വാതന്ത്ര്യം ഉണ്ടാവും അല്ലേ അങ്ങനെയുള്ള കാര്യങ്ങളിൽ? തീർച്ചയായിട്ടും. അങ്ങനെയൊക്കെ പറഞ്ഞോ നിങ്ങൾ? പിന്നെ എന്തൊക്കെ പറഞ്ഞു? എന്തൊക്കെയാണ്? ഞാനിങ്ങനെ ആദ്യം നമ്മളിങ്ങനെ ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ചിന്തിച്ചു, പിന്നെ ഞാൻ സമ്മതിച്ചു ഇങ്ങനെ ഓക്കെ എന്നൊക്കെ പറഞ്ഞില്ല. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടിൽ ചിലപ്പോൾ ഇങ്ങനെ അങ്ങനത്തെ ആ രീതിയിൽ കല്യാണം കഴിക്കാനൊക്കെ പാടായിരിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ അതൊരു ഉറപ്പ് തരാം, അങ്ങനെ കൺവേർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വരില്ല എന്നേ പറഞ്ഞിരുന്നു. കൺവേർഷന്റെ കാര്യമൊക്കെ നിങ്ങൾ ചർച്ച ചെയ്തു? പിന്നെ അതൊക്കെ ചർച്ച ചെയ്യണമല്ലോ, തുടക്കമേ ചർച്ച ചെയ്തു. ആ 1 വർഷം എടുത്തതിൽ അടുത്ത 10 വർഷം ആലോചിച്ചിട്ടാണ് തീരുമാനം എടുത്തത്. സഞ്ജുവിന്റെ ആരാധന സഞ്ജുവിന്റെ പ്രാർത്ഥന സഞ്ജുവിന്റെ പ്രാർത്ഥന, ആ രീതികളൊക്കെ നിങ്ങൾ പരസ്പരം ബഹുമാനിച്ചുകൊണ്ട് ഒരുപക്ഷെ നമുക്ക് ഇവർക്ക് നല്ലൊരു പ്രോത്സാഹനം കൊടുക്കാം. ഇതാണ് ആരോഗ്യകരമായ ഒരു സൗഹൃദം എന്ന് പറയുന്നത്.